ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം ഇതാണ് തറവാട്, പഴയ പെര 4 അപ്പോൾ നമുക്ക് നാരായണൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം, അതാണ് നല്ലത്. അതെ, ഈ ശരിക്കും അമ്പലത്തിന് എത്ര കൊല്ലം പഴക്കമുണ്ടാവും? നമസ്കാരം. ഞാനേ എൻ്റെ തറവാടും അതിൻ്റെ പരിസരമൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പോവാം. അപ്പോൾ അവിടെ തറവാട്ടിൽ പോയിട്ട് അവിടെ എൻ്റെ വല്യച്ഛൻ്റെ മകൻ അവിടെ താമസിക്കുന്നത്, നാരായണേട്ടൻ്റെ അടുത്ത് പോയിട്ട് അമ്പലമൊക്കെ ഉണ്ട്, പഴയൊരു ഞങ്ങളുടെ പഴയ അമ്പലമൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടുള്ള ഒരു ഫാൻ ഇടാനാണ്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ. വഴിയൊക്കെ ആകെ കേടുവന്ന് കിടക്കുക. മറ്റേ ജലനിധിയുടെ പൈപ്പ് ലൈൻ ഇടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എന്നാവോ അതൊക്കെ ശരിയാക്കുക. റോഡ് ഒറ്റ റോഡ് പോലും ഇല്ല നല്ലത്, എല്ലാം ഇതേപോലെ കിടക്കണം. ഇതാണ് ആ വഴി. ഇതിപ്പോൾ നമ്മൾ ഞങ്ങളുടെയൊക്കെ ഒരു തറവാടാണ്, പഴയ പേരാണ്. 4 കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീടാണ്. ഇവിടെ അമ്പലമുണ്ട്. ഇവിടെ അധികം വലിയ ആൾ താമസമൊന്നുമില്ല, 5 ആൾ അവിടെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കണ്ടം ചാതമന. അപ്പം ഞാനതിൻ്റെ കുറച്ച് കാർ ഇവിടെ പാർക്ക് ചെയ്യട്ടെ. കാർ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങട്ടെ. ഓക്കെ, കാർ ഇവിടെ ഇറങ്ങട്ടെ. വെറുതെ ഇറങ്ങിയതാ, ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഏത് ഇല്ലില്ല, അത് കുഴപ്പമില്ല. ഞാൻ അവിടെ അമ്പലത്തിൻ്റെ അവിടെ പോയി വരാം. അവിടെ പോയി വരാം. നാരായണ ഷർട്ടൊക്കെ ഇട്ട് റെഡി ആയിരുന്നുള്ളൂ. നമുക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവാം. ഇത് നരസിംഹമൂർത്തിൻ്റെ അമ്പലം, ഞങ്ങളുടെ തറവാടിൻ്റെ അമ്പലം. പണ്ട് ഇവിടെ ആൾക്കാരൊക്കെ തൊഴാനൊക്കെ വന്നിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ് ആളുകൾ. അങ്ങനെ നാട്ടുകാരൊക്കെ തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ അമ്പലം അതിൻ്റെ പരിസരമായിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. വളരെ ഭയങ്കര ഒരു ഐസൊലേറ്ററാണ്, കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വീഡിയോസിലേക്ക് പോവാം. ഇതിൻ്റെ ഞാനൊരു റീലിട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഇവിടെ ആദ്യം ഇവിടെ ഒരു വലിയൊരു ആലുണ്ടായിരുന്നു. ആ ആല് ഒരു 2 കൊല്ലം മുന്നേ മറിഞ്ഞു വീണു. മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയ തറയൊക്കെ പണിതിട്ട് ഇവിടെ എൻ്റെ വല്യച്ഛൻ്റെ മകൻ ഇവിടെ താമസിക്കുന്നുണ്ട്, നാരായണേട്ടനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ പുതിയൊരു ആല് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് അമ്പലക്കുളം. ഒരു അമ്പലക്കുളം ഉണ്ട്, പഴയ കുളമാണ്. അതൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഇതിൽ വന്ന് നീന്താനൊക്കെ വരും. ഇപ്പൊക്കെ വരവ് കുറവാണ്. അതെല്ലാം വളരെ ക്ലിയറായിട്ട് കിടക്കുന്നുണ്ട്. നാരായണേട്ടൻ ഇതെല്ലാം വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പുള്ളിക്ക് ഇതിനോടൊക്കെ വലിയ താല്പര്യം. അപ്പോൾ ഇതാണ് അമ്പലക്കുളം. ഇത് രണ്ട് കടവുകളാണ്. പണ്ട് കല്ലൊക്കെ ഇട്ട് പണിതിട്ടുള്ളതാണ്. ഇത് താഴെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയില്ലേ. അപ്പോൾ ഒഴുക്കലുണ്ടാവും, നോക്കട്ടെ. അത്യാവശ്യം ഒഴുക്കലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ. ഇത് 2 കടവുണ്ട്. ഇവിടെ ആണുങ്ങൾക്ക് ഇറങ്ങാനുള്ള കടവാണിത്. ഇതിൻ്റെ അപ്പുറത്തുള്ളത് സ്ത്രീകളുടെ കടവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണില്ല. ഇതൊക്കെ കാട് പിടിച്ചു. എന്നെ മനസ്സിലായോ? ആ, അതെ. ചേട്ടൻ്റെ വീട് എവിടെയാ? പാരഡീസല്ലേ? എന്താ പേരെന്താ? ഇല്ല, ഞാൻ നാരായണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ആ അതെ അതെ അതെ. അപ്പം ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ പ്രിമേസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ പ്രതിഷ്ഠ അതിന് അടുത്ത ശനിയാഴ്ച, നെക്സ്റ്റ് സാറ്റർഡേ ആണെന്ന് തോന്നുന്നു. അമ്പലത്തിൻ്റെ പരിസരം അതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനിതൊരു ഇതിന് മുന്നേ റീലിട്ടുണ്ടായിരുന്നു. അമ്പലത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നാരായണനായിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം എന്നെക്കാളും കുറച്ചുകൂടി നന്നായിട്ട് എന്നെ അതൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശാന്തിക്കാരനൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഇങ്ങനെ ഒരു സമയമാണ് രാവിലെ 6 മണി മുതൽ 8:30 വരെ, ഉച്ചയ്ക്ക് വൈകുന്നേരം 5:45 മുതൽ 6 വരെ ഇത്രേ തുറക്കുള്ളൂ. കാരണം വേറെ നാട്ടുകാർ അങ്ങനെ ആൾക്കാർ തൊഴാൻ വരലൊക്കെ ഇവിടെ കുറവാണ്, വളരെ കുറവാണ്. ഒരു ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് ഞങ്ങൾ തന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ് കാര്യങ്ങൾ. പല ഈ ട്രഡീഷണലായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. ഇത് പുറത്താണ്, ഇത് അയ്യപ്പനാണ് ഇവിടെ ഉള്ളത്. ഈ അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെറുതെ ഒന്നുമില്ല, നാരായണനോട് ചോദിച്ചു കഴിഞ്ഞാൽ നാരായണന് കുറച്ചും കൂടി എന്നെക്കാളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണ ആളാണ്. അപ്പോൾ നാരായണൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചങ്ങോട്ട് നടക്കാം. സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുന്നവർ ഇതൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം നിങ്ങൾ. കാരണം ഞങ്ങൾക്കിതെല്ലാം ഈ പ്രിമൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കൊണ്ട് നടക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഇതിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഈ വീഡിയോ കഴിയാവുന്നത് നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകൾ കാണട്ടെ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആളുകൾക്ക് ഒന്ന് കാണാനും ഈ അമ്പലത്തിൽ വന്ന് തൊഴാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് തൃശ്ശൂരിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉള്ളൂ. കുളങ്ങാട്ടുകര എന്ന് പറയും. ഇവിടുന്ന് കുളങ്ങാട്ടുകര എന്നാണ് സ്ഥലപ്പേര് പറയാം. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ, ഈ നാട്ടുകാർക്ക് തന്നെ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് അറിയില്ല. കാരണം ഇത് ഉള്ളിലാണ്. പിന്നെ ഞങ്ങളിത് അങ്ങനെ ഒരു പബ്ലിസിറ്റി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇവിടെ ഒരു ശാന്തിക്കാരനെ വെച്ചിട്ടുണ്ട്, ഒരു പൂജാരി ഉണ്ട്. പുള്ളിക്ക് അവിടെ താമസിക്കാൻ വേറെ ഒരു വീടൊക്കെ പണിത് കൊടുത്തേക്കുക നാരായണനായിട്ട്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോണത്. അപ്പോൾ നമുക്ക് നാരായണൻ്റെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം, അതാണ് നല്ലത്. ഞാൻ അധികം പറഞ്ഞ് കുളമാക്കുന്നില്ല. മഴ പെയ്തിട്ടുള്ള കാരണം എല്ലാതെങ്കിലും ഭയങ്കര വഴുക്കല. അപ്പോൾ ഇതാണ് തറവാട്, പഴയ പെര. 4 കെട്ട്, 4 കെട്ടല്ല 8 കെട്ട് എന്ന് പറയാം. 2 നടിമുറ്റൊക്കെ ഉണ്ട്. ഏതായാലും തൽക്കാലത്ത് ഇപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അത് നമുക്ക് പിന്നെ എടുക്കാം, പിന്നെ ഒരു ദിവസം എടുക്കാം. ഉഷാറായിണ്ടല്ലോ. അതെ, ഈ ശരിക്കും അമ്പലത്തിന് എത്ര കൊല്ലം പഴക്കമുണ്ടാവും? അതാണ് ഇതിൽ എഴുതി വെച്ചേക്കണത്. ഇത് നമ്മൾ വന്നത് 984 984 മലയാള വർഷം. അപ്പോൾ ഇംഗ്ലീഷ് ആകുമ്പോൾ 1800 അല്ലേ നമ്മുടെ കണ്ടജാത തറവാട് വന്നത്. അപ്പോൾ അതിന് മുന്നേ ഉണ്ട്. ഇതിന് മുമ്പ് പാറയങ്ങാട് ഉണ്ട്. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കണത്. ഞാൻ തനിക്ക് ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഇതിനുള്ളിൽ. അതായത് തൃപ്പൂണിത്തുറ ഒഴിക്കസ്ഥാനുണ്ട്, മറ്റുണ്ട്. അത് ചിലപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളവിടെ പോണില്ല. പന്നിയൂർ ഗ്രാമക്കാരാണെന്നുള്ളതും അതുപോലെ തന്നെ അവിടുന്ന് പന്നിയൂർ അമ്പലത്തിൽ കുറച്ച് ആഭിചാരക്രിയകൾ നടത്തിയ കാരണം കൊണ്ട് നമ്മളതിൽ സമ്മതമില്ലാതെ അവിടുന്ന് നേരെ ചെമ്മന്തട്ടയ്ക്ക് തിരിച്ചു വന്നു. അതെ, അവിടുന്ന് പിന്നെ തൃപ്പൂണിത്തുറ ഒഴിക്കനായതും പിന്നെ തൃപ്പൂണിത്തുറ ഒഴിക്കസ്ഥാനം ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. അതുപോലെ തോട്ടേക്കാട് ഒഴിക്കൻ, അങ്ങനെയാണ് അതിൻ്റെ ഇത്.
അങ്ങനെ വന്നു, അങ്ങനെ ഇവിടെ വന്നു, പിന്നെ ഇവിടെ വന്നു. പിന്നെ ഇവിടെ അത് അതിനൊരു കഥയുണ്ട്. അതെന്താ വെച്ചാൽ നമ്മള് കാശ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു ഒരു കാലത്ത്. അപ്പൊ അല്ല, കാശില്ലാത്ത വീടില്ലാത്ത അങ്ങനെ. അപ്പൊ കാശില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പൊ കൊച്ചി രാജാവ് മനസ്സറിഞ്ഞ് കുറച്ച് കാശ് അയച്ചു തന്നു, പോയി പണിതോളാൻ പറഞ്ഞു. അന്നത്തെ ഓയിക്കിന്റെ പേര് നീലകണ്ഠൻ എന്നായിരുന്നു. അദ്ദേഹം ആ കാരണം ഒരു പോണ വഴിക്ക് ഇങ്ങനെ തൃപ്പൂണിത്തുറയിൽ നിന്ന് ചെമ്മന്തട്ടയ്ക്ക് പോണ വഴിക്ക് ഒരു ഇല്ലത്ത് കയറിയപ്പം ആ ഇല്ലം കത്തി നശിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പൂരി കരയായിരുന്നു. അപ്പൊ എന്നാ നമുക്കൊരു താമസിക്കാനൊരു സ്ഥലമെങ്കിലും ചെമ്മന്തട്ട ഉണ്ടല്ലോ, എന്നാൽ ഇദ്ദേഹത്തിന് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ അത് കംപ്ലീറ്റ് ദാനം ചെയ്തു. എന്നാൽ അത് രാജാവിനോട് പറഞ്ഞില്ല. അപ്പൊ രാജാവ് ഇത് എങ്ങനെയോ മനസ്സിലാക്കി. രാജാവ് പറഞ്ഞു, ശരി എന്നാ അങ്ങനെയാണെങ്കിൽ ചോദിച്ചു നോക്കാം എന്താ ഉണ്ടായേക്കണേ സംഭവം, ഇദ്ദേഹത്തിനോട് ചോദിക്കാം. ഇദ്ദേഹം ചോദിച്ചപ്പം ഇങ്ങനെ എന്താ കാശ് എന്താ ചെയ്തേ ചോദിച്ചു. അപ്പോൾ അല്ല, ഇങ്ങനെ ഒരു വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇല്ലം കത്തണ കണ്ടപ്പോൾ എനിക്കൊരു ഇല്ല ഉണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നുമില്ല, അതിന് ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കേട്ടപ്പോൾ പറഞ്ഞു, എന്നാ നീ നിങ്ങൾക്ക് അങ്ങക്ക് ദാനം ചെയ്യണത് നീ ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്തൊരു സാധനമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു അന്യം നിന്ന ഇല്ലുണ്ട്, രാജകുടുംബത്തിൽ ചേർന്ന ഒരു ഇല്ലുണ്ട്, അത് നോക്കുക, നടത്തുക. അപ്പം അന്ന് ശാന്തിയും തേവാരം ഒന്നും ഇല്ലാത്തൊരു അമ്പലമായിരുന്നു അത്. അത് നമ്മളായിട്ടാണ് ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് തുടങ്ങിയത്. ഫുള്ള് ആദ്യം തൊട്ട് തുടങ്ങിയ ഇവിടുന്നാണ്. ഏതാണ്ട് 1800 984 മലയാള വർഷം എഴുതി വെച്ചേക്കണത്. അപ്പം ഇംഗ്ലീഷ് കണക്കാക്കേണ്ടി വരും, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. 1800 ആയിരിക്കും. അത് കഴിഞ്ഞ് അവിടെ ഇത് ഏതാണ്ട് ഈ ഇല്ലം പണിത് ഇപ്പോൾ ഒരു 10 വർഷം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെമ്മന്തട്ടയിൽ ഇങ്ങോട്ട് ഞങ്ങളിവിടെ കയ്യാലയിലാണ് താമസിച്ചതെന്ന് പറയണ കേട്ടിട്ടുണ്ട് പണ്ട്. കയ്യാല ആദ്യം പണിതു, അത് കഴിഞ്ഞിട്ട് കയ്യാലയിൽ താമസിച്ചു, അത് കഴിഞ്ഞ് ഇവിടേക്ക് ഇല്ലം മാറാൻ ഒരു 10 വർഷം എടുത്തിട്ടുണ്ട് പണിയാൻ. അത് കഴിഞ്ഞ് ഇവിടേക്ക് മാറി. ഇവിടെ ഇല്ലം ഇപ്പം ഇല്ലത്തിൻ്റെ നമ്മളെല്ലാവരും കൂടി വില നോക്കി നടത്തുന്നു. അതെ, അങ്ങനെ നിൽക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊണ്ട് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഈ പക്ഷേ ഇത് കാരണന്മാരുടെ അനുഗ്രഹം പോലെയാണ്. കാരണം ഇങ്ങനെ ഒരു നാരായണൻ വേറെ വർക്ക് ചെയ്യുന്നത്, നാരായണൻ ഏണസ്റ്റൻ എങ്കിലും അല്ലേ, ഏണസ്റ്റൻ എങ്കിലും വർക്ക് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോമാണ്. ആഴ്ചയിൽ 2-3 ദിവസം എറണാകുളത്ത് പോകും. പോണു. ഞാനും വേറെ പണിക്ക് ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോണു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടേക്ക് ഇങ്ങനെ നടക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കാരണവര് കാനഡയിലാണ് ഇരിക്കുന്നത്. അതെ, ഞങ്ങളുടെ പല ആൾക്കാരും അല്ല, എല്ലാവരും വിദേശത്തൊക്കെയാണ്. കാനഡയിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, എല്ലാ ദിക്കിലും ഉണ്ട് ആൾക്കാർ. നാട്ടിലായ ഞങ്ങൾ 2-3 ആൾക്കാരൊക്കെ ഉള്ളൂ. നാട്ടിലെ ആൾക്കാരില്ല, പുറത്താണ് കൂടുതൽ ആൾക്കാർ. അത് കേരളത്തിൽ മുഴുവൻ അങ്ങനെയാണ്, ആൾക്കാരൊക്കെ പുറത്താണ്. ഇവിടെ ഉള്ളത് ബംഗാളികളൊക്കെയാണല്ലോ, കാര്യമില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കണ്ടു. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആൾക്കാരൊക്കെ അങ്ങോട്ട് തൊഴാനൊക്കെ വരട്ടെ. ഇതൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകളൊക്കെ എന്തൊക്കെയാ വെച്ചാൽ അതിലിടുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ശരി, വീണ്ടും കാണാം. അതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.